ഹലോ, ഇന്നൊരു ഇൻസിഡൻറ്റിനെ പറ്റി പറഞ്ഞാലോ. എൻ്റെ മോൾക്ക് ഒരു 3 months ആയപ്പം ഒരു മാറാത്ത ചുമയും അതുപോലെ തന്നെ പനിയും വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ ഒരുപാട് പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലൊക്കെ കയറി ഇറങ്ങി, ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇനി എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് പറയുന്നത്, ഗവൺമെൻറ് ഹോസ്പിറ്റൽസ് ഒന്നും ഇപ്പോൾ പഴയ പോലെ ഒന്നുമല്ല, നീ അവിടെ ഒന്ന് കൺസൾട്ട് ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഏതായാലും ഒരു ലാസ്റ്റ് അറ്റംപ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടെ ഒന്ന് കൺസൾട്ട് ചെയ്യാൻ വിചാരിച്ചു. അൽഹംദുലില്ലാ അന്ന് മോളുടെ പനിയും ചുമയും ഒക്കെ മാറി കിട്ടിയിട്ടോ. അന്ന് തൊട്ട് ഇന്ന് വരെ മോൾക്ക് എന്തൊരു പ്രോബ്ലം വന്നാലും ഞങ്ങൾ നേരെ പോകാറ് ആ ഒരു ഹോസ്പിറ്റലിലേക്കാട്ടോ. അവിടുത്തെ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ മോളുടെ പകുതി അസുഖവും മാറിക്കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഒരുപാട് പേർക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റൽസ് എന്ന് പറയുമ്പോൾ നല്ല കൺസേൺ ആയിരിക്കും. ഫ്രീ ആയിട്ടല്ലേ അവിടെ എല്ലാം വരുന്നത്, അതുകൊണ്ട് തന്നെ നല്ല മെഡിസിൻസ് കിട്ടുമോ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ അങ്ങനെ ഒന്നുമല്ല കേട്ടോ. അവിടെ എക്സ്റേയും ബ്ലഡ് ടെസ്റ്റും ഒക്കെ ഫ്രീയാണ്. എന്നാൽ ചില ആൻറ്റിബയോട്ടിക്സ് അതൊക്കെ പുറത്തേക്ക് എഴുതുള്ളൂ കേട്ടോ. പിന്നെ ഈ ഒരു ഡ്രോയിങ്സ് ഒക്കെ നോക്ക്, എന്ത് രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ചെറിയ മക്കളെ അട്രാക്റ്റ് ചെയ്യാൻ പോകുന്ന രീതിയിൽ ഒരുപാട് കാർട്ടൂൺ ഡ്രോയിങ്സും സ്കെച്ച് ആർട്സും ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പം അന്ന് നല്ലൊരു മഴയുള്ള ഡേ ആയിരുന്നു. മോൾക്ക് ഇങ്ങനെ ചെറുതായിട്ട് ഫീവറിൻ്റെ സിംറ്റംസ് ഒക്കെ തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങളൊന്ന് കൺസൾട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഡോക്ടറൊക്കെ കൺസൾട്ട് ചെയ്തു, മെഡിസിനൊക്കെ വാങ്ങി ഞങ്ങളിതാ വീട്ടിലേക്ക് തിരിച്ചു പോവാട്ടോ. അങ്ങനെ പോരുന്ന അവിടെ ഒരു പുതിയ ഷോപ്പ് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ കുറേ ഇനാഗുറൽ ഡീൽസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഷവായ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല സോഫ്റ്റും ജ്യൂസി ആയിരുന്നു കേട്ടോ ഈ ഒരു ഷവായ. ഉള്ളിലൊക്കെ നല്ല മസാല ഒക്കെ പിടിച്ചിട്ടുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ടേ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ ഇങ്ങനെ കഴിച്ചിരുന്നു. മോള് പിന്നെ പൊതുവെ ഫുഡ് കഴിക്കാൻ നല്ല മടിയുള്ള കൂട്ടത്തിലാട്ടോ. ഈ ഒരു ഏജിലുള്ള എല്ലാ പാരൻസും പറയുന്ന ഒരു കംപ്ലയിൻറ്റുമാണിത്. അപ്പം ഒരിക്കലും നമ്മൾ മക്കൾ ഫുഡ് കഴിക്കുന്നില്ല എന്ന് വെച്ചിട്ട് ഓരോ ഫോഴ്സ് ചെയ്യരുത്. അങ്ങനെ ഫോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ അറിയോ, ആ ഒരു ഫുഡിനോട് തന്നെ അവർക്ക് ഇഷ്ടക്കുറവ് വരും. അപ്പം ഇനിയിപ്പോൾ അവർക്ക് വിശപ്പ് ഉണ്ടെങ്കിൽ അവർ ചോദിച്ച് വന്നോളും, പക്ഷേ നമ്മൾ ഉമ്മമാർക്കൊരു സമാധാനം ഉണ്ടാവില്ല. അത്രയേ ഉള്ളൂ. അപ്പം ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വ്ളോഗിൽ കാണാം കേട്ടോ. ബൈ.